ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലത്തെ ബാക്കി ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇൻഫിനിറ്റി ഡിസിൽ നിന്നും വരക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി സ്കെച്ച് ബുക്കിൽ നിന്നും ഇനി ഷെയ്ഡിങ്ങും അതുപോലെ ബാക്ക്ഗ്രൗണ്ടും എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ബ്രഷ് ഇപ്പോൾ സ്കെച്ച് ബുക്കിൽ യൂസ് ചെയ്യുന്ന ബ്രഷുകൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ നൽകുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്, പുതിയ ലെയറും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രഷിലേക്ക് വന്നിട്ട് ഫ്ലോ എയർ ബ്രഷ് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷൻ കൊടുത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കളർ പിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ഈ ഒരു കളറാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കളർ അടിക്കുമ്പോൾ പുതിയ ലെയറിൽ തന്നെ കളർ അടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഫോട്ടോ ലെയറിൽ കളർ അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയും വീണ്ടും അടിച്ചിട്ട് വീണ്ടും പുതിയ ലെയറൊക്കെ സെലക്ട് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, ഓരോ ഡ്രോയിങ് ചെയ്യുമ്പോഴും ഓരോന്നിൻ്റെ ലെയറുകൾ സെലക്ട് ചെയ്ത് ഡ്രോയിങ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കളർ പിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിലത്തെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെയും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ചുമരിൻ്റെ ഒക്കെ കളറാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ചെറിയൊരു ഭാഗം ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ലെയറുകളൊന്നും മെർജ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ മുഴുവനായി ചെയ്തിട്ട് മെർജ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം ചെയ്തത് മെർജ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനെ സ്മഡ്ജ് ചെയ്യണം. അപ്പം ഫ്ലോ എയർ ബ്രഷിനെ സ്മഡ്ജ് എന്ന ഓപ്ഷനിൽ കൊടുത്ത് സ്മഡ്ജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈസോ സ്ട്രെങ്തോ ഒക്കെ ഒന്ന് കുറച്ച് കൂടി കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് സ്മഡ്ജായി കിട്ടും. പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ കുറച്ചാൽ മതി, ഓവറായിട്ട് ഇതാക്കണ്ട. അന്നേരം ഒരു വലിയ പോലെ തോന്നും, അങ്ങനെ തോന്നരുത്. ഈ അടുത്തത് സ്മഡ്ജിങ്ങിനായിട്ട് ഞാൻ എറേസർ ബ്രഷിൽ സ്മഡ്ജ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സെറ്റിങ്സിൽ പോയിട്ട് സ്മഡ്ജ് എന്ന ഓപ്ഷൻ മാറ്റി എറേസർ എന്നുള്ള ഓപ്ഷൻ സ്മഡ്ജാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഫിനിഷിങ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വൃത്തി കാണും, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇറേസറിൻ്റെ ഒരു ബ്രഷ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു ബ്രഷാണ്, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്ത ആ ഒരു ലെയർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ ലെയറിലേക്ക് വന്നിട്ട് കളർ പിക്ക് ചെയ്യുക. എന്നിട്ട് പുതിയ ലെയർ എടുത്ത് വെക്കണം കേട്ടോ. പുതിയ ലെയറിലായിരിക്കണം ഡ്രോ ചെയ്യേണ്ടത്. നമ്മുടെ ഫൗണ്ടൻ പെൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടൻ പെൻ യൂസ് ചെയ്തിട്ട് ആ ഒരു സംഗതിക്ക് ഔട്ട്ലൈൻ നൽകുകയാണ്. അതിൽ തന്നെ 4-5 കളർ മിക്സ് ചെയ്തിട്ടാണ് കളർ അടിക്കുന്നത്. അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് എന്നിട്ട് അത് മൊത്തത്തിലായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്.
ഓക്കെ, ഇനി ഇവിടെ ചെയ്യുന്നത് സ്മഡ്ജ് വെബ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് സ്മഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് കളർ ആഡ് ചെയ്യണം. അപ്പോൾ യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ട് ഫൗണ്ടൻ പെൻ യൂസ് ചെയ്തുകൊണ്ട് അതിൽ കളർ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതും നേരത്തെ യൂസ് ചെയ്ത സ്മഡ്ജ് വെബ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് സ്മഡ്ജ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സെക്ഷൻ മാത്രം. ഇനി ഈ ലെയർ നേരത്തെ ഡ്രോയിങ്ങിൻ്റെ മേലായിട്ട് കൊണ്ടുവന്ന് നോക്കുക. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ പുതിയ ലെയർ എടുക്കുന്നവർക്ക് പുതിയ ലെയർ സെലക്ട് ചെയ്യാം. അല്ലാതെ ഇതിൽ തന്നെ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് ഇതിൽ തന്നെ ഡ്രോയിങ് ചെയ്യും. ഓക്കെ, അത് ഇതിലേക്ക് കളർ സ്പ്രെഡ് ആവാതെ നോക്കിയാൽ മതി. ഇതിനടുത്ത ഫൗണ്ടൻ പെൻ യൂസ് ചെയ്തുകൊണ്ട് റെഫറൻസിൽ നിന്നും കളർ പിക്ക് ചെയ്തിട്ട് റെഫറൻസ് പിക്ക് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫൗണ്ടൻ പെന്നിന് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റീവ് സ്ട്രോക്ക് ലെവൽ 3 തന്നെ എടുത്തുകൊണ്ട് ആ ഒരു ലൈൻ അവിടെ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ നിന്നും പിക്ക് ചെയ്ത കളർ തന്നെയാണ് ലൈനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രൊഡക്റ്റീവ് സ്ട്രോക്ക് എടുത്തത് കറക്റ്റ് നേരെ ലൈൻ കിട്ടാൻ വേണ്ടിയാണ്. വീഡിയോ കാണുന്നുണ്ടാകും. ലെവൽ 3 തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഫൗണ്ടൻ പെന്നിൻ്റെ സൈസ് കൂട്ടിയിട്ട് കളർ അടിച്ചു കൊടുക്കാം. പുറത്തേക്ക് പോകാത്ത രീതിയിൽ കളർ അടിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ ചെയ്ത ആ ഒരു തൂണിൻ്റെ ലെയർ ലോക്ക് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ലെയർ സെക്ഷനിൽ ഒരു ലോക്ക് കാണാൻ കഴിയും. ആ ലോക്ക് ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അടിക്കുന്ന കളറുകൾ പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ കൊടുത്ത് കളർ അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് കളർ അടിച്ചതിന് ശേഷം സ്മഡ്ജ് വെബ് ബ്രഷ് എടുത്തിട്ട് അതിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കളറടിച്ച ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു മുക്കാലോളം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നിട്ട് ഫ്ലോ എയർ ബ്രഷ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അടിയിലെ ഒരു ഭാഗം സ്റ്റാൻഡേർഡ് കൊടുത്തിട്ട് ഫ്ലോ എയർ ബ്രഷിൽ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ട് അടിയിലൊരു ഭാഗം കളർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി ഇതുവരെ ചെയ്ത ആ ഒരു ഡ്രോയിങ് ലെയർ മുഴുവൻ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് പുതിയ ലെയർ സെലക്ട് ചെയ്ത് മുകളിലായിട്ട് കൊണ്ടുവന്ന് നോക്കുക. എന്നിട്ട് നേരത്തെ റെഫറൻസ് ഫോട്ടോ ഹൈഡ് ചെയ്ത് വെച്ചത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ലൈറ്റിൻ്റെ കളർ സെലക്ട് ചെയ്യണം. ലൈറ്റിൻ്റെ കളർ പിക്കർ യൂസ് ചെയ്തുകൊണ്ട് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ കളർ സെലക്ട് ചെയ്യുക ചെയ്യാം. എന്നിട്ട് ഫൗണ്ടൻ പെൻ യൂസ് ചെയ്തുകൊണ്ട് അതിൽ കളർ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈറ്റിങ് കിട്ടാനായിട്ട് പിന്നീട് നമ്മൾ വേറെ ചെയ്യും. അപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കളർ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞാൽ സ്മഡ്ജ് വെബ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സ്മഡ്ജിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഭാഗങ്ങളൊക്കെ തൂണൊക്കെ വിസിബിൾ ചെയ്യാണ്. ഇനി ഫ്ലോ എയർ ബ്രഷ് സെലക്ട് ചെയ്യാണ്. ഫ്ലോ എയർ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്മഡ്ജ് എന്ന ഓപ്ഷനാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് മാറ്റി സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് കളർ എടുത്ത് അതിലേക്ക് ആ ലൈറ്റിൻ്റെ കളറൊന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അത് അടിച്ച് കഴിഞ്ഞു. അങ്ങനെ ഈ ബാക്കിലെ ആ ഒരു സംഗതിയൊക്കെ ചെയ്ത് കൊടുക്കുക.
ഇനി ലൈറ്റിങ്ങിൻ്റെ ആ ഒരു ഭാഗവും കൂടി കളർ അടിക്കുകയാണ്, ലൈറ്റ് സ്പ്രെഡ് ആകുന്ന രീതിയിൽ. ഓക്കെ, ഞാനിപ്പോൾ സ്മഡ്ജ് എയർ ബ്രഷ് ഗ്ലോ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ലൈറ്റിംഗ് ആയ പോലെ തോന്നും. അങ്ങനെ കൊടുത്ത് ആ ഒരു ലെയറിൽ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഫ്ലോ എയർ ബ്രഷ് എടുത്തിട്ട് അതിൽ സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷൻ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കളർ പിക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുഴുവനായി കൂട്ടിയിട്ട് ആ കളറുകളൊന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കാണുന്നിടത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ലെയർ പുതുതായിട്ടൊന്ന് മേലെ സെലക്ട് ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കാൻ, എന്നാലേ കറക്റ്റായിട്ട് സ്പ്രെഡ് ആവും. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു 90% തന്നെ കംപ്ലീറ്റ് ആയി. ഇനി ഞാനിവിടെ ബ്രഷിലേക്ക് വരികയാണ്. ബ്രഷിലേക്ക് വന്നിട്ട് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പെൻസിൽ ടൂണാണ്, അപ്പോൾ അത് ഞാൻ സൈഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, അതിൻ്റെ കളറ് യെല്ലോ എടുത്തിട്ട് ഫ്ലോ 100 ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിനെ കുറച്ച് ഡോട്ടും ഒരു ലൈറ്റിൻ്റെ ഒരു കുത്ത് പോലെ ഇട്ട് കൊടുക്കാനും ടെക്സ്ചർ നൽകുന്ന പോലെ കൊടുക്കാനും. ഓക്കെ, അങ്ങനെ ഇതുവരെ ചെയ്ത എല്ലാ ലെയറുകളും ഞാൻ മെർജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് മെർജ് ഓൾ ഓപ്ഷൻ കൊടുത്ത് മെർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. റെഫറൻസ് ഫോട്ടോ ഡിലീറ്റ് ചെയ്യാതെ കൊടുക്കരുത്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ റെഫറൻസ് ഫോട്ടോയുടെ ഒന്നും കാണാനൊന്നുമില്ല, അതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഇനി ഇമ്പോർട്ടൻ്റ് ഓപ്ഷനിൽ ടൂൾസിൽ ഇമ്പോർട്ടൻ്റ് ഓപ്ഷനിൽ പോയിട്ട് ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്ന് വരച്ച ഫോട്ടോയാണ്, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ടുള്ള കറക്റ്റ് സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നേരെ ഫ്ലോ എയർ ബ്രഷിൽ വന്ന് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അടിയിൽ ആ ഒരു ഭാഗം ലൈന് പോലെ കാണുന്നത് കൊണ്ട് അതൊന്ന് ബ്ലർ പോലെ ആക്കി കൊടുക്കാം. ഓക്കെ, ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിക്കണം. ഇനി നമുക്ക് നേരെ ചെയ്യേണ്ടത് ഈ ഒരു ഫോട്ടോ, നമ്മൾ നേരത്തെ ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്നും വരച്ച ആ ഒരു ഫോട്ടോ സ്മഡ്ജ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോയുടെ ലെയറിലേക്കാണ് ഇനി വരേണ്ടത്. അപ്പോൾ ലെയറിലേക്ക് കൊടുക്കുക. ലെയറിലേക്ക് കൊടുത്തതിന് ശേഷം ടൂൾസിലേക്ക് വരണം. ഇത് ഈ ഔട്ട്ലൈനൊക്കെ ഒന്ന് ഷെയ്ഡിംഗ് ഒക്കെ ഒരു ലൈൻ പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്മഡ്ജ് വെബ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ സ്മഡ്ജിങ് മുഴുവനായി കംപ്ലീറ്റ് ആയതിനു ശേഷം കളർ പിക്ക് ചെയ്യണം. അത് ലൈറ്റിൻ്റെ കളർ ഞാൻ പിക്ക് ചെയ്യണം. ഇത് എക്സ്ട്രാ ഒരു എഡീഷനാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് ഡിസൈനുകളൊക്കെ ഇതിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലോ എയർ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ ഫേസിലേക്ക് ആ ലൈറ്റ് പതിക്കുന്നത് പോലെ, ആ ഒരു ഫേസിലേക്ക് ആ ലൈറ്റിൻ്റെ ഒരു ഭാഗം വന്ന് പതിക്കുന്നത് പോലെ ചെയ്ത് കൊടുക്കണം.
അങ്ങനെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് പ്രോക്രിയേറ്റിനൊക്കെ ചെയ്തത് ആ ഒരു ഫിനിഷിങ് ടച്ച് ഇതിൽ നിന്ന് ലഭിക്കും. അത് സ്കെച്ച് ബുക്കായാലും ശരി, പ്രോക്രിയേറ്റ് ആയാലും ശരി, വരക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ആ കളറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ടച്ച് തന്നെ ലഭിക്കും, ഒരു പ്രത്യേക ഫീൽ തന്നെ ലഭിക്കും. അപ്പോൾ നമ്മുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് പേർ ചോദിച്ചൊരു ട്യൂട്ടോറിയൽ തന്നെയാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്യാത്തത് ഇതിൻ്റേത് കംപ്ലീറ്റ് ആവാതിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് അവസാനിക്കുകയാണ്. നാളെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.